ഇപ്പോൾ മുണ്ടക്കൈയിൽ ഷഫീദ് റാവുത്ത് ചേരുന്നുണ്ട്. ഷഫീദ്, മുണ്ടക്കൈയിൽ 4-ാം ദിവസം കൂടുതൽ യന്ത്രങ്ങൾ എത്തുന്ന ദിവസം ഓരോരോ സോൺ തിരിച്ചുള്ള പരിശോധന ഏതു ഘട്ടത്തിൽ എങ്ങനെ പുരോഗമിക്കുന്നു? മഴ എങ്ങനെയാണ് ഷഫീദ്? അഷ്മി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി ഇപ്പോൾ മനീഷ് മൂർത്തി പറഞ്ഞ ആ സംഭവം എത്രത്തോളം ഗുരുതരമാണെന്ന് കാണിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കൂറ്റൻ പാറക്കെട്ടുകൾ വന്നടിഞ്ഞ മുണ്ടക്കയുടെ തൊട്ട് താഴത്തെ ഭാഗമാണിത്. ഈ പാറക്കല്ലുകൾ മാത്രമല്ല, നമുക്ക് ആ അപ്പുറ ഭാഗത്തേക്ക് ഒരു കുന്നടക്കം, ഒരു മൺകൂനി അടക്കമുള്ള കാര്യങ്ങൾ കാണാം. ഇവിടേക്ക് എത്തി മറുകരയിൽ എത്തിയ ഒരു ശ്രമകരമായ രക്ഷാദൌത്യം അതിന്നുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങ് ദൂരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഈ അപകടത്തിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണാൻ കഴിയും. 4 വീടുകൾ ആ ഭാഗത്തുണ്ട്. ആ 4 വീടുകൾ ഉണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത്, അവശേഷിക്കുന്നത്. അതിന്റെ ഏതാനും എല്ലാ ഭാഗങ്ങളും ഏതാണ്ട് പോയ അവസ്ഥയിലാണ്. മാത്രമല്ല, ആ വീടുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അവിടുത്തെ മനുഷ്യന്മാരൊക്കെ നഷ്ടമായി. നമുക്ക് അവരിൽ പലരുടെയും ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ പാറക്കല്ലുകൾ വീട്ടിലേക്ക് പതിക്കുന്നതടക്കം ഉള്ള സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മാത്രമല്ല, അവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു സംഘം, ഈ 40-അംഗ സംഘം, നേരത്തെ പറഞ്ഞ 40-അംഗ സംഘത്തിന്റെ ഒരു ട്രൂപ്പ് അവിടേക്ക് എത്തിയപ്പോൾ പരിശോധിക്കുകയാണ്. ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായ ഒരു പരിശോധന എത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട്. കാരണം വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മറുകര വഴി കയറിയാണ്, അതായത് ഈ ചൂരൽമലയുടെ ആ ഭാഗം വഴി മുകളിലോട്ട് കയറി മുണ്ടക്കൈയിലേക്ക് വരുന്ന ആ ഭാഗം കയറിയിട്ടാണ് അങ്ങനെ ആ ഭാഗത്തേക്ക് എത്തിയത്. ഒരു ഇരുനില വീടുണ്ടായിരുന്നു, അത് ഏതാണ്ട് ഭാഗികമായി തകർന്നു. മറ്റൊരു വീട് പൂർണ്ണമായും തകർന്ന ആ ദൃശ്യങ്ങളിൽ കാണാം. അതിനപ്പുറത്തേക്ക് മറ്റു 2 വീടുകളുണ്ട്. അതിന്റെ ഒരു വീടിന്റെ പൂർണ്ണമായും മേൽക്കൂര മാത്രമാണ്, കോൺക്രീറ്റ് സ്ലാബ് മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ആ ദുരന്തത്തിന്റെ വ്യാപ്തി ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ആ സംഘങ്ങൾ അവിടെ എത്തി പരിശോധന നടത്തുകയാണ്. കൂടുതൽ ആർമി സംഘം താഴെ നിന്ന് മുകളിലേക്ക് നടന്നു കയറി വരുന്നുണ്ട്. ഏതാണ്ട് 10-18 വീടുകളോളം ആ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ആ വീടുകളിൽ ഒന്നുപോലും അവശേഷിക്കുന്നില്ല. അത്രത്തോളം കാഠിന്യത്തിലാണ് ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആ പാറക്കെട്ടുകൾ, കൂറ്റൻ പാറക്കെട്ടുകൾ വന്ന് അങ്ങോട്ടേക്ക് പതിക്കുക, വെള്ളം വന്ന് കയറുക, മൺകൂനകൾ മണ്ണിങ്ങനെ വന്ന് പതിച്ചതൊക്കെ അവിടെയാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ദുരന്തത്തിന്റെ ഏറ്റവും കൂടുതൽ വ്യാപ്തി ഇവിടെയാണ്. ഇവിടെ ഈ റിവർ ബെഡ് പോലെ മണ്ണ് വന്ന് ചെളി വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇവിടെ അടക്കം പരിശോധന നടത്തണം. കാരണം മുണ്ടക്കയിൽ നിന്ന് ഒഴുകിയെത്തിയ മനുഷ്യരിൽ ആരെങ്കിലും ഇവിടെ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ പരിശോധിക്കണം. പക്ഷേ ഇപ്പോൾ നമുക്ക് മറ്റൊരു മൺകൂന കാണാൻ സാധിക്കും. അതും നേരെ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായി ഒഴുകി വന്ന് അവിടേക്ക് പതിച്ച മൺകൂനയാണത്. ആ മൺകൂനയിലും നമുക്ക് ആളുകളെ തിരയേണ്ട സാഹചര്യമുണ്ട്. അവിടേക്കൊക്കെ രക്ഷാപ്രവർത്തകർ കയറി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ചൂരൽമലയുടെ മറുഭാഗത്ത് നിന്നാണ് അവിടേക്ക് വരുന്നത്. മുണ്ടക്കയത്തിന് തൊട്ട് താഴെയാണ്, ഇതിന് നേരെ മുകളിലാണ് നമുക്ക് ഈ അപകടം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഉള്ള സ്ഥലമുള്ളത്. അവിടെ നിന്നാണ് പൊട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. തൊട്ടുമുകളിൽ മുണ്ടക്കയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തും ഇപ്പോൾ ആളുകളെത്തി വീടുകൾ ഉള്ള ഭാഗത്തേക്ക് പോയി രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ ഇവിടെയുണ്ട്. ഹഷ്മി SKN.